നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 15-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുന്നതിനു വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മീനമാസം 1-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ഫാൽഗുന മാസം 24-ാം തീയതിയാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രകാശനാഥനായ സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുയരുന്ന സമയം ശനിയാഴ്ച ദിവസം രാവിലെ 6:32 തുടർന്ന് സൂര്യദേവൻ പ്രഥമതിഥിയിൽ കൂടി യാത്ര തുടരുകയും ശനിയാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 2:35 പ്രഥമതിഥി വിട്ട് ദ്വിതീയ തിഥിയിൽ കൂടി സഞ്ചാരം തുടരുകയും വൈകുന്നേരം 6:30 തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളത്തിൽ സൂര്യദേവൻ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. ശനിയാഴ്ച ദിവസം രാവിലെ സൂര്യദേവനോടൊപ്പം പ്രത്യക്ഷമാകുന്ന നക്ഷത്രം ഉത്രം നക്ഷത്രമാണെങ്കിലും ഉത്രം നക്ഷത്രം ശനിയാഴ്ച ദിവസം രാവിലെ 8:56 അപ്രത്യക്ഷമാകുന്നു. തുടർന്ന് അത്തം നക്ഷത്രം പ്രത്യക്ഷമാകുകയാണ്. അത്തം നക്ഷത്രപ്രകാരം 27 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിലുള്ള അനുഭവങ്ങൾ, അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടമുണ്ടോ, ലോട്ടറി ഭാഗ്യമുണ്ടോ, അനുകൂലമായ അനുഭവങ്ങൾ വന്നിരുന്ന ദിവസമാണോ എന്നുള്ളതിനെക്കുറിച്ച് പറയുന്ന ഈ അധ്യായം പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ജ്യോതിഷം സത്യമാണ്, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ശനിയാഴ്ച ദിവസം അത്തം നക്ഷത്രം 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുന്നു. ഏറ്റവും നല്ല അനുഭവങ്ങൾ കൊടുത്ത് സ്വാധീനിക്കുന്ന 7 നക്ഷത്രങ്ങളുണ്ട്, 7 നാളുകാരുണ്ട്. അവരെക്കുറിച്ച് ആദ്യം ചിന്തിക്കാം. അത്തം നക്ഷത്രം അനുകൂലമായ അനുഭവങ്ങൾ കൊടുക്കുന്ന 7 നാളുകാർ: ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം. ഈ 7 നാളുകാരുടെ ജീവിതത്തിൽ അത്തം നക്ഷത്രം ഏറ്റവും നന്നായി ഏറ്റവും നല്ല അനുഭവങ്ങളെ കൊടുക്കുന്നു എന്നുള്ളതാണ് ജ്യോതിഷപരമായിട്ടുള്ള നിഗമനം. അപ്പോൾ തീർച്ചയായിട്ടും ഈ 7 നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ശനിയാഴ്ച ദിവസം രാവിലെ 8:56 മുതൽ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ദിവസം ഉച്ചയോടെ അടുത്ത സമയം 11:47 വരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇതേ സമയത്ത് അത്തം നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി പറഞ്ഞു തരാം. അത്തം നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ ശനിയാഴ്ച ദിവസം രാവിലെ 8:56 മുതൽ ഞായറാഴ്ച ദിവസം ഉച്ചയോടെ അടുത്ത സമയം 11:47 വരെയുള്ള സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പുണർദം, ആയില്യം, പൂരം, മൂലം എന്നീ 4 നാളുകാർക്കാണ് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വരും. അപകടമോ, ആപത്തോ, ശത്രുതയോ, രോഗമോ, എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, നഷ്ടം, ധനനഷ്ടം, അങ്ങനെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട്, പ്രത്യേകിച്ച് 1200-ാം ആണ്ട് മീനമാസം 1-ാം തീയതിയാണ് ശനിയാഴ്ച ദിവസം. അപ്പോൾ ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞു തരാം. ശനിയാഴ്ച ദിവസം രാവിലെ നല്ല സമയമല്ല. കാരണം ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനം ആണ് ശനിയാഴ്ച ദിവസം ഉദയാൽപരം നക്ഷത്രമായിട്ട് വന്നു ചേരുന്നത്. അത് ലാടമാണ്. ലാടം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അനുകൂലമായ സമയമല്ല. അപ്പോൾ ആയതിനാൽ ശനിയാഴ്ച ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറയുന്നത് 11:02 മുതൽ 12:24 വരെയുള്ള സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യുക. പിന്നീട് ഉച്ച കഴിഞ്ഞ് 2:02 മുതൽ 5:02 വരെയുള്ള സമയത്തും ശുഭകാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഈ സമയത്തൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും അത്തം നക്ഷത്രമാണ്, അത്തം നക്ഷത്ര സമയമാണ്, ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് അത്തം നക്ഷത്രം. ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ജ്യോതിഷം തിരഞ്ഞെടുത്ത നാളുകളിലൊന്നാണ്, ഊൺനാളുകളിലൊന്നാണ് അത്തം നക്ഷത്രം. അപ്പോൾ അത്തം നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂലമായ നക്ഷത്രമാണ്. ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഈ സമയത്തൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുടങ്ങാതെ എല്ലാ ദിവസവും വീഡിയോ കാണുവാനും ശ്രമിക്കുക. വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കും വീഡിയോ ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ മുടങ്ങാതെ എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക. ഇതിൽ നിന്നൊരു ധനമാർഗ്ഗമൊന്നും അല്ല, ധനവരുമാന മാർഗ്ഗമൊന്നും ഇതിനകത്ത് നിന്നില്ല. ഇതിൽ നിന്ന് യൂട്യൂബുകാരൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വെറും നാമമാത്രമായ പൈസയാണ്. അതിൽ നിന്ന് ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടെങ്കിലേ വരുമാനമുള്ളൂ.
അപ്പോൾ ഇതിൽ വരുമാനത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, മുടങ്ങാതെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മഹാദേവൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ചെയ്യുന്നൊരു കാര്യമാണ്. പ്രിയപ്പെട്ടവർ സഹകരിക്കുക. അപ്പോൾ ഇനിയും നമ്മൾ ചിന്തിക്കുന്നത് സംഖ്യാശാസ്ത്രമാണ്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 15 ഒറ്റസംഖ്യയാക്കുമ്പോൾ 6 വരും. ഏതൊരു മാസത്തെയും 6, 15, 24 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ദിവസമാണ് ശനിയാഴ്ച ദിവസം. പച്ച, മഞ്ഞ, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കുകയാണെങ്കിൽ കൂടുതൽ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവർ തേടി വരും. അങ്ങനെ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ UVW എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഇനി നമ്മൾ ഈ അധ്യായത്തിൽ ചിന്തിക്കുന്നത് ധനപരമായ വിഷയത്തെക്കുറിച്ചാണ്. അതായത് അത്തം നക്ഷത്രം അനുകൂലമായി വന്ന് ധനനേട്ടം ഉണ്ടാകുന്ന നാളുകാരെക്കുറിച്ചാണ്. ഇപ്പോൾ അത്തം നക്ഷത്രം ഏറ്റവും കൂടുതൽ നല്ല അനുഭവങ്ങൾ തരുന്ന 7 നാളുകാരെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ പറയുന്നത് ധനം മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യമാണ്. ധനപ്പൊരുത്തം, ധനപരമായിട്ടുള്ള ഒരു പൊരുത്തം അത്തം നക്ഷത്രവുമായിട്ട് വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് പറഞ്ഞത്. മുമ്പേ പറഞ്ഞ 7 നാളുകാരെക്കുറിച്ച് പറഞ്ഞത് നല്ല അനുഭവങ്ങൾ, ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ് 7 നാളുകാരെക്കുറിച്ച് പറഞ്ഞത്. ഇത് ധനം മാത്രം ഫോക്കസ് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ശനിയാഴ്ച ദിവസം വിശാഖം, ഉത്രം, മൂലം, തിരുവോണം, പൂരുട്ടാതി, മകം, അത്തം, അശ്വതി, രോഹിണി, പുണർദം ഇത്രയും നാളുകാർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം, ധനവരവ് പ്രതീക്ഷിക്കാം. ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ്. കൊടുത്തുവാങ്ങലിന് അനുകൂലമായ ദിവസമാണ്. കടം മേടിച്ചാലും കൊടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പ്രത്യേകതയെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. മറ്റേത് 7 നാളുകാരെക്കുറിച്ച് പറഞ്ഞത് നല്ല അനുഭവങ്ങൾ, ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. അതായത് അവർക്ക് സന്തോഷമല്ലാതെ ദുഃഖിക്കുവാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ അവർക്ക് വന്നു ചേരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ലോട്ടറി ഭാഗ്യത്തെക്കുറിച്ചാണ്. ഇന്നലെ ചിങ്ങക്കൂറിൽപ്പെട്ട ഒരാൾക്ക് ലോട്ടറി അടിച്ചതായിട്ട് അവരെന്നെ വിളിച്ചു പറഞ്ഞു. വളരെ സന്തോഷം. അപ്പോൾ ശനിയാഴ്ച ദിവസം ലോട്ടറി അടിക്കുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കാം. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം 4 നാളുകാർക്ക് ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകയിരം 2 പാദം നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട്. മിഥുനക്കൂറിൽപ്പെട്ട മകയിരം 2 പാദം, തിരുവാതിര, പുണർദം 3/4 നാളുകാർക്കുണ്ട്. മീനക്കൂറിൽപ്പെട്ട പൊരുട്ടാതി, കാല, ഉത്രട്ടാതി, രേവതി നാളുകാർക്കുണ്ട്. അതുപോലെ തന്നെ വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാലാനിരം, കേട്ട നാളുകാർക്കുണ്ട്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാടം, ഉത്രാടം 1/4 നാളുകാർക്കുണ്ട്. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ഒരുപാട് ലോട്ടറി ഒന്നും എടുത്ത് പൈസ കളയരുത്. നമ്മുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയാണ് നിങ്ങൾ എടുക്കുന്നത് എനിക്കറിയാം. ലക്ഷക്കണക്കിന് ടിക്കറ്റുകൾ സർക്കാർ വിറ്റഴിക്കുന്നുണ്ട്. എന്നാൽ സമ്മാനം ലഭിക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് ഭാഗ്യപരീക്ഷണം, ഭാഗ്യദേവത തിരഞ്ഞെടുക്കുന്നവർക്ക് മാത്രമേ സമ്മാനമൊക്കെ അടിക്കുവാൻ സാധ്യതയുള്ളൂ. വളരെ സൂക്ഷിച്ച് വേണം ലോട്ടറി ടിക്കറ്റൊക്കെ എടുക്കുവാൻ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.